ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരു വാക്യം വായിച്ചു തുടങ്ങാം. ഇയ്യോബിൻ്റെ പുസ്തകം 31:1. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? അത് സത്യവേദ പുസ്തകത്തിലെ വാക്യമാണ്. NIV അതിങ്ങനെ എഴുതിയിരിക്കുന്ന, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തു. ഉടമ്പടി. പിന്നെ ഒരു കന്യകയെ നോക്കുവാൻ എനിക്ക് എങ്ങനെ കഴിയും? POC എഴുതിയേക്കുന്ന അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തു, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ്, വൈ ദെൻ ഷുഡ് ഐ ലുക്ക് അപ്പോൺ എ യങ് വുമൺ എന്ന് ആംപ്ലിഫൈഡ് വേർഷൻ എഴുതിയേക്കുന്നു, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നു. ഈ ഉടമ്പടിയുടെ അടിസ്ഥാന വചനം എന്ന് പറയുന്നത് മത്തായി 5:28. ഒന്ന് വായിക്കാം. മത്തായി 5:28. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാ ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. സത്യവേദ പുസ്തകം അങ്ങനെ പറയുന്നു. NIV എങ്ങനെ എഴുതുന്നു? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുർമോഹത്തോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ തൻ്റെ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്ത്രീകൾ വായിക്കുമ്പം നേരെ തിരിച്ചും അവർ ചിന്തിച്ചോണം. ദുർമോഹത്തോടെ പുരുഷനെ നോക്കുന്നവൻ തൻ്റെ ഹൃദയത്തിൽ അവനുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് സ്ത്രീകളും വായിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇത് പുരുഷനോട് മാത്രം പറഞ്ഞതാണ് എന്ന് ചിന്തിക്കരുത്. അപ്പോൾ POC പറയുന്നത് ഇത് ആസക്തിയോടെ നോക്കുന്നവൻ എന്ന, ആസക്തിയോടെ. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞതിൽ നിന്നും, അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന നിയമത്തിൽ പറഞ്ഞതിൽ നിന്നും കുറേയും കൂടെ കട്ടിയായി കയറി പറയുക, ആസക്തിയോടെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. കണ്ണുകളുടെ ഉടമ്പടിയാണ് നമ്മുടെ വിഷയമേ. ഇനി സദൃശ്യം 6:25 വായിച്ചു നോക്കാം. എന്നാന്ന്? അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ്പ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. NIV ബൈബിൾ ഇങ്ങനെ എഴുതുന്നു, അവളുടെ സൗന്ദര്യത്തെ ഹൃദയത്തിൽ മോഹിക്കരുത്, അവളുടെ കണ്ണുകൾ നിന്നെ വശീകരിക്കുകയും അരുത്. അപ്പോൾ അടിസ്ഥാന പ്രശ്നം വശീകരണമല്ല, മോഹമാണ്. വഴിയെ ഇപ്പോൾ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണോ ചെറുക്കനോ പോകുമ്പം അത് നടന്നങ്ങ് പൊക്കോളും. അവിടെ വശീകരണം ഉണ്ടാകുന്നത് മോഹം ഉണ്ടായി കഴിയുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, മോഹമുണ്ടാകാതിരിക്കാൻ ഞാൻ എൻ്റെ കണ്ണുകളുമായി ഉടമ്പടി ചെയ്യണം. ഇനി നമ്മൾ തിമോത്തിയോസിൻ്റെ പുസ്തകത്തിലേക്ക് വരിക. തിമോത്തിയോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 2 തിമോത്തി 3:16-17. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ഇവിടെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണുമായി ഉടമ്പടി ചെയ്യുക എന്നത് ഒരു മതപുരോഹിതനോ ഒരച്ഛന്മാർക്കോ ഒരു പാസ്റ്റർമാർക്കോ ഒന്നും ചെയ്യാവുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ വചനം ഞാൻ ഗ്രഹിച്ചിട്ട് ഞാനത് ചെയ്യണം, ഉടമ്പടി ചെയ്യണം, ലംഘിക്കാത്ത രീതിയിൽ എഗ്രിമെൻ്റ് ചെയ്യണം. ആരുമായിട്ട്? ഞാനും എൻ്റെ കണ്ണുമായിട്ട്. ഞാൻ എൻ്റെ കണ്ണുമായിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ മത്തായി 5:28 നടക്കും. എന്ന് പറഞ്ഞാൽ ആസക്തിയോടെയുള്ള നോട്ടം, അത് സ്ത്രീ പുരുഷനെ ആണേലും പുരുഷൻ സ്ത്രീയെ ആണേലും ആസക്തിയോടെയുള്ള നോട്ടം നിൽക്കുമ്പോൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ഹൃദയത്തിൽ മോഹിക്കുമ്പോഴാണ് വശീകരണം ഉണ്ടാകുന്നത്. ആ മോഹവും പോവും, വശീകരണവും പോവും. വഴിയെ പോകുന്ന ഒരാൾ അതിലൂടെ പോയാൽ അതിലൂടെ പൊക്കോളും. ചിന്തിക്കാൻ പോലും നമ്മൾ അവസരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ 20:14. ഒറ്റ വാക്യമേ ഉള്ളൂ, വ്യഭിചാരം ചെയ്യരുത്. പുറപ്പാട് പുസ്തകം 20:14 പറയുന്നത് ഒറ്റ കൽപ്പനയേ ഉള്ളൂ, വ്യഭിചാരം ചെയ്യരുത്. അത് ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുമായി ഉടമ്പടി ചെയ്യണം. ഉടമ്പടി ചെയ്താലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ആസക്തിയോടെ ആരെ നോക്കത്തില്ല. ആസക്തിയോടെ നോക്കുന്നില്ലെങ്കിൽ
എന്നിൽ മോഹം ജനിക്കുന്നില്ല. മോഹം കൊണ്ടാണ് ആസക്തിയോടെ നോക്കുന്നത്. മോഹിക്കുന്നില്ലെങ്കിൽ ഞാൻ വശീകരിക്കപ്പെടുകയുമില്ല. കണ്ടോ, നമ്മൾ പാഠപുസ്തകങ്ങളുടെ ഒക്കെ അവസാനം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ പാഠപുസ്തകങ്ങളുടെ അവസാനം അഭ്യാസം എന്നെഴുതിയിട്ടുണ്ട്. അഭ്യാസം ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ അഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്കത് പല രീതിയിൽ അതിനെ മനസ്സിലാക്കാം. അഭ്യാസത്തിന് നമ്മൾ പറയും അഭ്യാസം ഇറക്കരുത്, തൊഴിലിറക്കരുത്, നിൻ്റെ അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ട, നിൻ്റെ അഭ്യാസം നിൻ്റെ കൈ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാലും അഭ്യാസത്തിന് വിളച്ചിൽ എന്നൊരർത്ഥമുണ്ട്. ആ വിളച്ചിലിനും രണ്ടർത്ഥമുണ്ട്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് വിളകൾ പാകമായി അതെടുക്കുന്നത് ആ ഒരവസ്ഥയ്ക്ക് വേണമെങ്കിൽ, വിളവെടുപ്പെന്നല്ല, വിളവെടുക്കാറാകുന്ന ഒരവസ്ഥയ്ക്ക് വിളച്ചിലെന്ന് പറയും. അതിന് ഈ വിളച്ചിലിന് ഉഴപ്പെന്നും പുളവത്തരമെന്നും ഒക്കെ അർത്ഥമുണ്ട്. പക്ഷേ വിളച്ചിലിന് ഫലമെടുപ്പെന്നും ആധാരമെന്നും ഒക്കെ അർത്ഥമുണ്ട്. ഫലമെടുപ്പ്, അതായത് ഈ കഴിഞ്ഞ പാഠത്തിൽ കുട്ടികൾക്ക് കൊടുത്തേക്കുന്നത്, ഈ കഴിഞ്ഞ പാഠത്തിലെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്ന അഭ്യാസം. ഈ അഭ്യാസം നിങ്ങൾ എന്ത് ഇതിനകത്ത് നിന്ന് അഭ്യസിച്ചു, നിങ്ങൾ എന്ത് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വിളവ് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു കാര്യം, ഇപ്പോൾ പലചരക്ക് കട എന്ന് എഴുതി വെച്ചു. പലചരക്ക് കട എന്ന് എഴുതി വെച്ചാൽ നമുക്കറിയാം അവിടെ എന്നൊക്കെ കിട്ടുമെന്ന്. പലചരക്ക് കട കയറി ആരും മുടി വെട്ടാൻ ചെല്ലില്ല. പലചരക്ക് കട തൂമ്പ മേടിക്കാൻ ആരും പോവില്ല. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒറിജിനൽ പലചരക്ക് കടയിൽ ആരും പോവില്ല. അപ്പോൾ അതുപോലെ ബാർബർ ഷോപ്പ് എന്ന് എഴുതി വെച്ചാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്കറിയാം. ഇതുപോലെ ഒരു വ്യക്തി നീതിയിൽ അഭ്യസനം ലഭിച്ചാൽ, ഈ ജോബിൻ്റെ പുസ്തകം പറയുന്നത് പോലെ കണ്ണുമായി ഉടമ്പടി ചെയ്താൽ ആ വ്യക്തി അയാളുടെ നീതി വിളിച്ചു പറയും. എന്ന് പറഞ്ഞാൽ എതിരെ പോകുന്ന ആ അയാളെ മനസ്സിലാകും. ഉദാഹരണം പറഞ്ഞാൽ, ഈ വേശ്യ സ്ത്രീകൾക്ക് ഇതിൽ വീഴുന്ന പുരുഷൻ ആരാന്നറിയാം. ഏത് സ്ത്രീകളെ വശീകരിക്കാൻ പറ്റുമെന്ന് അങ്ങനെ നടക്കുന്ന പുരുഷന്മാർക്കറിയാം. എവിടെ കഞ്ചാവ് മേടിക്കാൻ കിട്ടുമെന്ന് അത് ഉപയോഗിക്കുന്നവർക്കറിയാം. എവിടെ മോശം സാഹചര്യങ്ങളുണ്ടെന്ന് അതിന് പെടുന്നവർക്കറിയാം. അതേസമയത്ത് ഇത് മനസ്സിലാകുക എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്, ഇത് ഒരുവനെ അവൻ്റെ നീതി മറ്റുള്ളവർ വായിക്കുമെന്നാണ് അതിനുള്ള അർത്ഥം. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നീതി നാം ആരാണെന്ന് വിളിച്ചു പറയും. ഇനി കൊറിന്ത്യർ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 2 കൊറിന്ത്യർ 3:3, 3-ാം അധ്യായം 3-ാം വാക്യം. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ആമേൻ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ്റെ കത്ത്, ചില പുസ്തകങ്ങളിൽ ലേഖനം, ചില ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ അത് ലേഖനം എന്നുള്ളത്, മലയാളം ബൈബിളുകളിൽ കത്തെന്നും പത്രമെന്നും ഒക്കെയാണ് കിടക്കുന്നത്. എന്നാൽ ഇവർ പറയുകയാണ്, അപ്പസ്തലന്മാർ പറയുകയാണ്, ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ, ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്ന എപ്പിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ലേഖനം, ഇച്ചിരൂടെ ഇതായിട്ട് പറഞ്ഞാൽ ഘനഗംഭീരമായ ലേഖനം. ഞങ്ങളുടെ ശുശ്രൂഷയാൽ, അപ്പസ്തലന്മാർ പറയുക, ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ഘനഗംഭീരമായ ലേഖനമാണ് നിങ്ങൾ. ഒരു സഭയുടെ, ഒരു ശുശ്രൂഷകൻ്റെ ബലം എന്ന് പറയുന്നത് ഇത് കൂട്ട് ലേഖനങ്ങളായിരിക്കണം. എന്നെ അനുസരിക്കുന്ന കുറേ മൊണ്ണകൾ സഭയിലുണ്ടെന്നുള്ളതല്ല, എന്നെ ദൈവമായിട്ട് ആരാധിക്കുന്ന കുറേ ചണ്ണകൾ സഭയിലുണ്ടെന്നുള്ളതല്ല, എതിർക്കാൻ ശേഷിയില്ലാത്ത കുറേ സാധുക്കൾ സഭയിലുണ്ടെന്നുള്ളതല്ല. പറയുന്നത് ഇതാണ്, ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ ക്രിസ്തുവിൻ്റെ ലേഖനങ്ങൾ, ഘനഗംഭീരമായ ലേഖനങ്ങൾ. അത് പറയാൻ ഓരോ ശുശ്രൂഷകനും ധൈര്യം ഉണ്ടാകണം. നിശ്ചയമായിട്ടും പറയട്ടെ, നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങൾ കാണിക്കും, നീയല്ല അവിടെ ഇരുന്നോണം. അങ്ങനെ പറയുന്ന കുറേ ആളുകളുടെ കയ്യിലേക്ക് ഇത് പോയപ്പോൾ, ഏത് സംവിധാനത്തിലും അത് തന്നെയാണ്, ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൻ്റെ രീതികളുമായി ചേർന്ന് കുറച്ച് വചനം തരും, സൗകര്യമുണ്ടെങ്കിൽ കേട്ടോണം, താഴെ ഇരുന്നോണം. അല്ലെങ്കിൽ ഇത് തന്നെ ചേർന്ന് പറയാൻ പറ്റുമെങ്കിൽ വന്നോണം, ഞങ്ങൾ പ്രസംഗിക്കാൻ അവസരം തരാം. ഇത് പുരോഹിതന്മാരുള്ള മതത്തിൽ മാത്രമൊന്നുമല്ല, ഈ പെന്തക്കോസ് കോളത്തിലും ന്യൂജൻ പ്രസ്ഥാനങ്ങളിലും എല്ലാം ഇപ്പോഴത്തെ അവസ്ഥ ഇതാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്നെ അനുസരിക്കുന്ന കുറേ അടിമകൾ. വചനം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പൗലോസ് കൊറിന്ത് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ്റെ കത്തായി നിങ്ങൾ വെളിപ്പെടുന്നു. അതെഴുതിയിരിക്കുന്നത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിലാണ്, കൽപ്പലകകളിലല്ല, മനുഷ്യഹൃദയങ്ങളിൽ എന്ന പലകമേലത്രേ. മനുഷ്യഹൃദയങ്ങൾ എന്ന പലകമേൽ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഘനഗംഭീരമായി ലേഖനമെഴുതി എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ അടിമയല്ല, ഞാൻ ക്രിസ്തുവിൽ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പോകുന്ന വഴിക്ക് താങ്കളുടെ നീതി താങ്കളെ മറ്റുള്ളവർ വായിക്കും. താങ്കൾ കടന്നു പോകുമ്പോൾ താങ്കളെ വായിച്ചേ മതിയാവൂ. പലചരക്കടയാന്ന് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. അവിടെ എന്നൊക്കെ കിട്ടുമെന്ന് ആ ബോർഡ് കാണുമ്പോഴേ അറിയാം. ബാർബർ ഷോപ്പിൽ എന്തൊക്കെ നടക്കുമെന്ന് ആ ബോർഡ് കാണുമ്പോൾ അറിയാം. ഒരു മൊബൈൽ ആക്സസറീസ് വിൽക്കുന്ന കടയിൽ എന്തൊക്കെയുണ്ടെന്ന് ആ ബോർഡ് കാണുമ്പോൾ അറിയാമെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ പൗലോസ് പറയുക, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായ കത്താണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ വചനഭാഗം മുന്നോട്ട് ചെല്ലുമ്പോൾ എൻ്റെ സഹോദര സഹോദരി, താങ്കളൊരടിമയല്ല, താങ്കൾ ക്രിസ്തുവിൻ്റെ ഘനഗംഭീരമായ ലേഖനമായി മാറും. ലേഖനമായി മാറണം. ആരുടെയും അടിമയായി അവർ പറയുന്നത് ചെയ്യാനുള്ളവരല്ല, എന്നാൽ അനുസരണവും വിധേയത്വം വേണം താനും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ അപ്പസ്തോലന്മാർ എഴുതിയ പോലെ ക്രിസ്തുവിൻ്റെ കത്തായി മാറുവാൻ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയാൽ, അർത്ഥാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവവചന ശുശ്രൂഷയാൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ഘനഗംഭീരമായ ലേഖനങ്ങളായി മാറുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുകളിലുള്ളവൻ ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞങ്ങളെ നയിക്കുന്ന വ്യവസ്ഥ വചനമാണ്. അതിനപ്പുറം മതത്തിൻ്റെ സംഘടനാ സംവിധാനങ്ങളല്ല എന്ന് ഹൃദയം തുറന്ന് ദൈവം ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, ഈ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ, അടിമത്തത്തിൻ്റെ നുഖങ്ങൾ തകർന്നു പോകട്ടെ, സാമ്പത്തിക ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ, എല്ലാ മേഖലയിലും അവർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.